തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു നീ വന്നു സുന്ദരി സുന്ദരി. എങ്ങനെയുണ്ടായി ഈ റൗണ്ട്? ഈ റൗണ്ട് നല്ല റൗണ്ടാണ്, കുഴപ്പമില്ലാതെ പാടാൻ പറ്റും. ഈ റൗണ്ട് ഒരു നല്ല റൗണ്ടാണ്. ദേവരാജ മാസ്റ്റർ റൗണ്ടാണ്. അടുത്തത് എന്ത് സ്ക്വയർ ആണോ? റൗണ്ട് അല്ലേ? ഞാൻ ചേച്ചി അനുഭവമാണോ? ഓ താങ്ക് യൂടാ. ആരെങ്കിലും പോവല്ലേന്നൊന്ന് പറയാല്ല. ചേച്ചി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കഴിക്കാൻ പോവാം. നിനക്ക് ഇഷ്ടായ കൗണ്ടർ? അല്ല ഇപ്പൊ ഞാൻ കമന്റ് പറയോണ്ട് അവന് ഇഷ്ടമായെന്നത്. ഞാൻ ചോദിച്ചെന്താ നിനക്ക് മനസ്സിലായ? എന്താ ആ റൗണ്ട് പറഞ്ഞ് റൗണ്ടിൽ അടുത്ത് സ്ക്വയർ പറയുന്നല്ലോ, അത് ഇഷ്ടായോ നിനക്ക്? അപ്പൊ അത് നീ ഓന്ന് പറഞ്ഞതാ?
അത് വേറെ എന്തോ തലയിൽ കയറി കിടക്കുന്നു. അത് പുതിയ കാര്യമൊന്നുമല്ല. അതെ, സ്വാഭാവികം. എപ്പോഴും എന്റെ തലയിൽ ഏതാണ്ട് കയറി കിടക്കുക. ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ആലോചിക്കുന്നേ. ഈ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം മക്കളെ. ഒരാൾ ഈ പണ്ടത്തെ കാലത്ത് ഈ കാളയൊക്കെ വിൽക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ലോറി, മിനി ലോറി ഒന്നുമില്ല, നടത്തി തന്നെ കൊണ്ടുപോകണം. അതെ. അപ്പോൾ അത്രയും ദൂരം നടക്കുമ്പോൾ ക്ഷീണിക്കും. അപ്പോൾ ഒരു ശിങ്കിടി എപ്പോഴും കാണും കൂടെ. അപ്പോൾ നിന്നെപ്പോലുള്ള ഒരു ശിങ്കിടിയെ അന്ന് കിട്ടിയത് ഇങ്ങേർക്ക്. അപ്പോൾ കൂടെ നടക്കുമ്പോൾ ചിന്തയാ ഇതിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരാളാകുമ്പോൾ ഉറങ്ങത്തില്ല, മറ്റേ അങ്ങേർക്ക് ഉറങ്ങുകയും ചെയ്യാം കാളയുടെ ഉടമസ്ഥന്. അദ്ദേഹം അതാ വിചാരിച്ചത്. അപ്പോൾ കാളയും കൊണ്ട് പോയപ്പോൾ രാത്രി ആയപ്പോൾ ഒരു ആൽച്ചവട്ടിൽ ഇവിടെ ഇന്ന് കിടക്കാമടാ, എന്നാ നീ കാളയെ കെട്ടിക്കോ. കാളയെ കെട്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് കാളയെ നോക്കി ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സമാധാനമായിട്ട് ഉറങ്ങാൻ ഒരു കാര്യം. ഇപ്പോൾ ഒരു 12 മണിയായപ്പോൾ ചോദിച്ചു, ഇടാ നീ ഇപ്പം എന്തോ ആലോചിക്കുന്നത്? അല്ല മുതലാളി, ഈ ആകാശത്ത് ഇത്ര ഉപ്പ് വാരി ഇട്ടത് ആരാണ് ഇന്ന് ഞാൻ ആലോചിക്കും എന്ന് പറഞ്ഞ് നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് മണ്ടന. അപ്പോൾ അത് ആലോചിക്കും, നല്ല കാര്യമാണെന്ന് പറഞ്ഞു. ഒരു 3-4 മണിയായപ്പോൾ ഈ ഉടമസ്ഥന് പിന്നെയും ഉറക്കം ഒരു കാളയെ കെട്ടിയേക്കുന്നുണ്ട്. അപ്പോൾ എടാ നീ ഉറങ്ങിയോ? ഇല്ല മുതലാളി. നീ ഇപ്പം എന്തോ ആലോചിക്കുന്നത്? അത് ഇല്ല, കാളയെ അഴിച്ചോണ്ട് പോയതോ പോയി, അവിടെ നിന്ന് മണി കിലിക്കിയത് ആരാന്ന് ആലോചിക്കുകയാണ്. ആ കാളയെ നോക്കാൻ അയാൾ അവിടെ ഇരുത്തിയിരുന്നു. അതുകൊണ്ട് മണ്ടത്തരമായിട്ടുള്ള ആലോചനകൾ നമ്മുടെ ജീവിതത്തെ കുളമാക്കും. കുളം. അതുകൊണ്ട് ആവശ്യമില്ലാതെ വെറുതെ നീ ആലോചിച്ച് കൂട്ടണ്ട. ഓക്കെ അല്ലേ? എന്നാ ചോദിക്കാം എങ്ങനെ ഉണ്ടായെന്ന്. ഷാനിക്ക. പക്ഷെ നമ്മുടെ ആങ്കറിന്റെ ഒരു ബെസ്റ്റ് കമന്റ്സ് കിട്ടിയില്ലല്ലോ. ഞങ്ങൾക്കൊന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല ചക്കരെ. എന്താ ശരിക്കും പാറുവിന് എന്താ തോന്നുന്നത്? എന്താ അത്? വോയിസിന് ചെറിയ സ്ട്രെയിൻ ഉണ്ട്. വണ്ടർഫുൾ ഡാ. ഞങ്ങൾ എഴുതി വെച്ചത് ആദ്യം അതാണ്. അതെ. അല്ല ഞങ്ങൾക്ക് പോവാം, നമുക്ക് ബ്രേക്ക് പറഞ്ഞോ, 2 എണ്ണം കൂടെ പറഞ്ഞ ഞങ്ങൾ എണീ. പിന്നെ ഏതോ ഒരു ഒഴുകിയത് കേട്ടില്ലെന്ന് തോന്നുന്നു. എന്നോടൊന്നും തോന്നല്ലേ? നമ്മള് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് എല്ലാ സ്ഥലത്തും ഒഴുകി. അടുത്തത് ഒരെണ്ണം കൂടെ മതി. അത് കഴിഞ്ഞ് ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ സ്റ്റോക്ക് തീർന്നു. അടുത്തത് മതി, മതി. പാവം 2 പറഞ്ഞില്ലേ? ഞെട്ടിപ്പോയി. എന്നാ പിന്നെ ഷാനെ പറ, അത് തന്നെ പറ ഒന്നും കൂടി. നാണക്കേട്. ഞാൻ ഇത് ലിറ്റിൽ സ്ട്രെയിൻ വെരി സോഫ്റ്റ് ഇങ്ങനെ 2 എഴുതിയിട്ടുണ്ട് അവിടെ. ഗുഡ്. ഒഴുകി എഴുതിയില്ല. അതെ, ഒഴുകിന്റെ ഒഴുകിയ സമയത്ത് അവിടെ ഇങ്ങോട്ട് ഉണ്ടംപൊരി തിന്നായിരുന്നു. ഞങ്ങൾ എഴുതി. മക്കളെ ഷാനെ എന്തോ പറഞ്ഞു ഇനിയൊന്നും പറയാനില്ലല്ലോ. പാറുവിന്റെ കമന്റ് മെയിൽ വോയിസിൽ കേക്കട്ടെ. സ്വലായിട്ട് പാടിയാടാ. താങ്ക് യു സാർ. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ? മ്യൂസിക് ദേവരാജ മാസ്റ്റർ, ലിറിക്സ് MD രാജേന്ദ്രൻ സാറ്, സിനിമ ശാലിനി എന്റെ കൂട്ടുകാരി, പാടിയത് യേശുദാസ് സാർ. വെരി ഗുഡ്. ഗുഡ് 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 വെരി ഗുഡ്. എനിക്ക് തുളസി തളിരില തുളസി തരി തുളസി തളിരില ചൂടി. നീ അത് എനിക്കൊന്ന് പാടി തന്നെ. അതെനിക്ക് എവിടെയും എനിക്ക് ആ പ്ലാന്റ് ക്ലാരിറ്റി എനിക്ക് കൃത്യമായിട്ട് പാടുക, ആ ഫീലോടെ. അതെ, അതിന് തൊട്ട് മുമ്പത്തെ ലൈൻ പാടി വന്നാലും തെറ്റില്ല. തുളസി തളിരില ചൂടി. അതിനും അത് കഴിഞ്ഞിട്ട് വന്ന ആ സെയിം ലൈനും പിന്നെ ഇല്ല, അവിടെ എനിക്ക് എന്തോ ആ ഒരു ഒഴുക്ക് എവിടെയൊക്കെ ഏതൊക്കെയാണ് നോട്ട്സ് എന്നുള്ളതിന് നമുക്കൊരു ചെറിയൊരു ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്തു. ഒന്നുകൂടി ഒന്ന് പാടിക്കേണ്ടത്. തുളസി തളിരില ചൂടി. ഓക്കെ, അത് ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ സ്ട്രെയിൻ, അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ ഒട്ടും സുതാര്യമായിരുന്നില്ല. അതെ, സുതാര്യ സുന്ദരം എന്ന് ആണ് തുടങ്ങുന്നതെങ്കിലും ഈ പറഞ്ഞ 2 കാരണം അത് ഭയങ്കര സ്ട്രെയിൻ. വേറൊരാൾ വന്ന് പാടിയതുപോലെ തോന്നി. കാരണം ആ ഒരു ഹൈ ഒരു സ്ട്രെയിൻ കാരണം. അപ്പൊ അതൊന്ന് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കണടാ കേട്ടോ. എനിക്കറിയാം ഈ വോയിസ് ചേഞ്ചിന്റെ ഒരു അത് കുഴപ്പമില്ല, പക്ഷെ അത് മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഒന്ന് ശ്രമിക്കണം കേട്ടോടാ. പിന്നെ ഒരു സുഖശീതള ശാല, അതും ഒന്ന് പാടിയടാ. ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ, ഒഴുകി ഞാനറിയാതെ. ആ ഒഴുകിക്ക് എന്താ പറ്റിയത്? നീ പാടിയപ്പോഴേ 2 വട്ടവും അത്ര അങ്ങോട്ട് ഒഴുകിയില്ലല്ലോ.
ഒരുപാട് സോഫ്റ്റ് ആയി താഴെ. ആ ഭയങ്കര സോഫ്റ്റ് ആയി. ഒഴുകി ഒഴുകി ആ ഞാൻ മക്കളെ അതാ മോനെ അത് ഷാന സോറി പറ പറ. ഒഴുകി 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 അങ്ങനെ ആക്കണ്ട. അങ്ങനെയില്ല. ആ ഒരു ജോണറല്ല ഇത് കേട്ടോ. ഒഴുകി 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 ഞാനറിയാതെ. ബ്യൂട്ടിഫുൾ. അപ്പൊ അതാണ് ഈ ഒഴുകി രണ്ടിടത്തും ഒന്ന് മ്യൂട്ട് ആയതുപോലെ തോന്നി. പെട്ടെന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ലിറിക്ക് നോക്കി എന്താണെന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിപ്പോയത്. അപ്പം പാർവനയുടെ കാര്യം പിടികിട്ടി. അപ്പം അത്രേ ഉള്ളൂടാ. ബാക്കി നന്നായിട്ട് തന്നെ പാടിയാട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഈ പറഞ്ഞ കുറച്ച് ഈ മറ്റേ തുളസി തളിരിയില ചൂടി അതല്ല അതിന്റെ പ്ലാന്റെ ഒരു ക്ലാരിറ്റിയും ബാക്കി പിന്നെ ഈ ഹൈയുടെ സ്ട്രെയിൻ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാം. കാരണം ഈ രണ്ടും അങ്ങ് എക്സ്ട്രീം ഹൈയിലാണ് തുടങ്ങുന്നത്. ഈ അനുപല്ലവിയും ചരണവും അതൊന്ന് കൺട്രോൾ ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സെറ്റാണ് നീ. ഓക്കെ, താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ശരത് സാർ. മക്കളെ നല്ല ബ്യൂട്ടിഫുൾ പാട്ടടാ. അതെ, ഉഗ്രായിട്ട് പാടി. താങ്ക് യു സാർ. ഇപ്പൊ ഈ ശബ്ദം മാറുന്നതിന്റെ ഒരു അലർച്ചിലറ കുഴപ്പങ്ങളെ കുഞ്ഞിനുള്ളൂ. അത് കുഴപ്പമില്ല. അതൊരു സീരിയസ് ഇഷ്യൂ ആക്കി നീ എടുക്കണ്ട. അത് കഴിയുമ്പോൾ ഒരു നല്ല അലുവ പോലൊരു ശബ്ദം അങ്ങോട്ട് വരും. ഓ അമ്മോ, പിന്നെ എടുത്തങ്ങ് തിന്ന. ശരിയാണ് കേട്ടോ. നല്ല ജ്ഞാനസ്ഥനാണ് നീ. എപ്പോഴും ഞാനത് പറയുന്നത്. നല്ല ജ്ഞാനമുള്ള ചക്കരയാണ്. താങ്ക് യു സാർ. മോനെ അത് എടാ എനിക്കൊരു കുറച്ച് സന്തോഷമായിട്ട് പാടാമായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ പാട്ടേ എന്താണ് ഈ പാട്ടിന് തുടക്കം? പാറുവിനെ നോക്കി പാടാൻ പറ്റിയൊരു പാട്ടാ സുന്ദരി. അയ്യോ, അപ്പൊ അതിനൊരു സന്തോഷം വേണ്ട, കുശുമ്പ എനിക്ക് ഫീൽ ചെയ്തു. സുന്ദരി നിൻ തുമ്പു കെട്ടിക്കിട്ടാണ്. എന്നെ അല്ല നോക്കിയത്, അതാ അതാണ് പറ്റിയത്. ഇടയ്ക്കൊന്നെങ്കിൽ നിനക്ക് ആ ഫീല് കിട്ടിയായിരുന്നു. നീ അനുവിനെ നോക്കി പാടിയുണ്ടായി കുഴപ്പം. മക്കളെ ഒന്ന് പാടാമോ ചിരിച്ചോണ്ട്? സുന്ദരി. അത് കഴിഞ്ഞിട്ട് മക്കളെ. അതെ, സുന്ദരി വീട്ടിൽ പോയി. നീ അടുത്തത് പാട്. നിൻ തുമ്പു എടേ നിൻ തുമ്പു കെട്ടിയിട്ട പാടാ. തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു. അതായത് സന്തോഷിച്ച് നന്നായിട്ടാണ് നീ പാടുന്നത്. നല്ല സുഖമാണ് മോ പാട്. അതിലൊരു ചിരിയും കൂടെ ഒന്ന് ഇച്ചിരി ഇങ്ങനെ ആക്കി വെച്ചിട്ട് പാട്. ചിരിച്ചില്ലാലും കുഴപ്പമില്ല, ഇങ്ങനെ ആക്കി. വന്നതിന്റെ സന്തോഷം ഒന്ന് കാണിക്കടാ. നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി. അതിലൊന്നും സന്തോഷമല്ലേ മക്കളെ? ചുമ്മാ എന്തോ കെട്ടിയിട്ട് ഉറിയൊക്കെ കെട്ടിയ പോലെ നീ പാടുന്നത്. കുറച്ചുകൂടെ പ്ലസന്റ് ആവാം. തുളസി അല്ലടേ, മുമ്പലത്തെ ലൈൻ പാടുന്നു. നീ എന്തോന്നടാ? നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു. വെരി ഗുഡ് മോൻ, വെരി നിൻ ഗുഡ്. തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ. ബ്യൂട്ടിഫുൾ ആയിട്ടാ നീ പാടുന്നത്. ആ ചിരി വേണം മോനെ ഇതിൽ. കാര്യം ഒരു സന്തോഷത്തിന്റെ എലിമെന്റ് ഇതിന്റെ അന്തർധാരയായിട്ടുണ്ട് ഈ പാട്ടിൽ കേട്ടോ മുത്തേ. അപ്പൊ അത് സുതാര്യൊക്കെ സുതാര്യ സുന്ദര സുതാര്യ അത് മോനെ സ്ട്രെയിൻ ചെയ്യുന്നത്. മോന്റെ ശബ്ദം ഇപ്പൊ അത്ര സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ടാ കേട്ടോ. ഒഴുകി ഒഴുകി മോൻ ഒഴുകി ഒഴുകി അത് പാടി. ഇപ്പം അതാണെങ്കിൽ ഒഴുകി ഒഴുകി ഞാൻ എന്ന് പാടുക. ഒഴുകി ഒഴുകി അന്ന് നമ്മളെ കൊണ്ട് പാടിക്കരുത്. അത് മക്കളെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പക്ഷേ ബ്യൂട്ടിഫുള്ളായിട്ട് പാടി നീ കേട്ടോ. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ എപ്പോഴും. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്ക് ശ്രീമതി അനുരാധ ശ്രീറാമിൻ്റെ കമൻറ്റ് കഴിഞ്ഞിട്ട് എനിക്കൊരു ചോദ്യമുണ്ട്. ഞാനപ്പോൾ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നിവേദന്റെ പ്രത്യേകത എന്ന് വെച്ചാ എത്ര അസുഖമായാലും എന്തൊരു ഡിസ്കംഫർട്ട് ആയാലും വോയിസിൽ, പക്ഷെ പാട്ട് എടുത്താൽ അത് ഒന്ന് പാടി തീർക്കും തീർച്ചയായിട്ടും. അത് എങ്ങനെയെങ്കിലും അതൊരു 90% എത്തിക്കാൻ നിന്ന് ശ്രമിക്കും. അത് ഇറ്റ്സ് അമേസിങ്. ഓക്കെ, ബിക്കോസ് നമുക്കറിയാമല്ലേ
അവര് പറയുന്നു ചിരിച്ചോണ്ട്, പക്ഷെ ചിരിച്ചാല നമ്മള് ശബ്ദം പോലും കിട്ടുന്നില്ലല്ലോ പല സ്ഥലങ്ങളില്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു ശബ്ദം ഒന്ന് വരട്ടെ ആ ലൈനിൽ നിന്നാണ് നമ്മള് ഇത്രയും ശ്രമിക്കുന്നു അല്ലേ. അത് കാരണമാണ് ഈ ഒരു സുഖ ശീതല അതൊക്കെ കുറച്ച് മേളിലാണ്. അപ്പോൾ മോൻക്ക് ഒരുപാട് അതൊക്കെ പാടി വരുമ്പം താഴെ സൗണ്ട് കിട്ടുന്നില്ല, ഒഴുകിയെന്ന് വരുമ്പോൾ അത് വളരെ സോഫ്റ്റ് ആവുന്നു അത്. അപ്പോൾ ഇതൊക്കെ ശബ്ദം മാറി വരുമ്പം ഒരു അടിപൊളി സിംഗർ ആവും നമ്മുടെ നിവേദ, യാതൊരു സംശയമില്ല കേട്ടോ. യു സാങ് സോ ബ്യൂട്ടിഫുള്ളി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ചില സ്ഥലങ്ങളിൽ സ്ട്രെയിൻ കൊണ്ടാണ്, വോയിസുകൾ സ്ട്രെയിൻ ഉണ്ട്, പിന്നെ ഈ മേളിലുള്ള നോട്ട്സ് കിട്ടുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നിവേദ് എങ്ങനെയോ ഈ പാട്ടിൻ്റെ ഒരു സോൾ കൊണ്ടുവന്നു, അതാണ് പ്രത്യേകത. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവർ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി വോയിസ് അങ്ങനെ മാറി വരുമ്പം അപ്പോൾ ഇവർ പറഞ്ഞതൊക്കെ മനസ്സിലാക്കി അതൊക്കെ അത് അപ്ലൈ ചെയ്യണം തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു അൻചേച്ചി. Yeah. Paru, ക്വസ്റ്റ്യൻ the question എന്റെ is for you. Why? Huh? Because I love you, darling. Because of that. Hey, you're the smartest man. Let him ask. Okay. പാറു, ആ മൃഗാംഗ തരളിത മൃണ്മയ കിരണം എന്ന് പറഞ്ഞ എന്താണ്? കിരണം, അത് നീ മിണ്ടാതിരി. അവിടെ നിന്ന് തുടങ്ങ്. അത് അവിടെ തുടങ്ങിയാൽ ഒന്നും കിട്ടത്തില്ല. നിനക്കറിയോടാ? അല്ല, മക്കൾക്ക് അറിഞ്ഞൂടെ? മൃഗാംഗ മൃഗാംഗ തരളിത മൃണ്മയ കിരണം. മൃഗം എന്ന് പറഞ്ഞാ മൃഗങ്ങളല്ലേ? മൃഗം മീൻസ് അനിമൽ. അംഗം പാട്ട്. ആ പാട്ടോ? അത് റിയാലിറ്റി ഷോ അല്ലേ, പാട്ടാ? അറിയില്ല. ഓ, ഭയങ്കര പാട്ട്. ടഫാ ഇതൊക്കെ. മൃഗാംഗ. അല്ലടേ, ഇത് എനിക്കിതിപ്പോ ഇതൊക്കെ ശരിയാണോന്നൊന്നും പറഞ്ഞാൽ ഞാനിത് കേട്ടറിവ് വെച്ചിട്ട് ഞാൻ ഈ പറയുന്നത്. പക്ഷെ മലയാളം നമ്മൾ അറിയണോടാ, അതുകൊണ്ട് പറഞ്ഞതാ. മൃഗാംഗമായ മൃഗാംഗ തരളിത മൃണ്മയ കിരണം. തരളിതം നമുക്ക് എല്ലാം അറിയാവുന്നതല്ലേ. തരളിത രാവിലെ മയങ്ങിയോ, സൂര്യമാനസം എന്ന് പറയുന്നത് തരളിതം. ഓക്കെ, പക്ഷേ മൃഗാംഗ എന്താണ്, മൃണ്മയ കിരണം എന്താണ്, അതാണ് പ്രധാനം. കിരണം പതിച്ചു അറിയില്ല. ആ, അപ്പം ചക്കരെ മൃഗാംഗൻ എന്ന് ചന്ദ്രനെ പറയും കേട്ടോ. നമ്മൾ മൃഗാംഗ എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ അംഗം എന്നാണ്. പക്ഷേ ചന്ദ്രനിൽ നോക്കിയാൽ അവിടെ ഒരു മാനിൻ്റെ ഇതുള്ളതുപോലെ അത് പറയും പണ്ട്. അതുകൊണ്ട് മൃഗാംഗൻ എന്ന് ചന്ദ്രനെ വിളിക്കും. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ, നാട്ടുകാർ തെറി വിളിക്കരുത്. അപ്പോൾ പിന്നെ മൃണ്മയ കിരണം എന്നുള്ള ചന്ദ്രനിൽ നിന്ന് വരുന്ന കിരണം എന്ന് പറഞ്ഞാൽ നിലാവ് എന്നർത്ഥം. അത്രേ ഉള്ളൂ, അതാണ് സംഭവം. അതാണ് മഴയായി തഴുകുമ്പോൾ ചന്ദ്രനാണ്. അത് കുളിർമ. ലിറിക്സിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞ മക്കളെ അതൊക്കെ മനസ്സിലാക്കി എന്താ പറയേണ്ടത്. ഇതിനു മുമ്പ് കാരണം ഈ പറഞ്ഞ പോലെ ചന്ദ്രനൊക്കെ ഇഷ്ടം പോലെ പര്യായ പദങ്ങളുണ്ട്. നമുക്കത് പര്യായങ്ങൾ. കാര്യം ഇത് നമ്മൾ കേൾക്കുമ്പോൾ അതിനൊരു സൗണ്ട് വൈസ് ഒരു ബ്യൂട്ടിഫുൾ ഫീൽ ഉണ്ട്. ഇവിടെ മനസ്സിലാവുന്നതുമില്ല എന്താണ്. പക്ഷെ അത് പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് അറിഞ്ഞു കഴിയുമ്പം മോൻ അത് കുറച്ചും കൂടെ കുളിർമയോടെ പാടാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞത്. താങ്ക് യു. I like that question. വെരി നൈസ്. Okay, thank you. Okay, മാർക്സ് ചോദിക്കാം. ശരി, നീങ്ങുന്നു. മാർക്ക് കിട്ടണോ ഇച്ചിരി നീങ്ങി. Okay, ശരത് സർ. എന്താ മക്കളെ? എന്തോ കുഞ്ഞിപ്പുഴു, എന്തോ നിനക്ക് എന്റെ വക 9 മാർക്ക്. താങ്ക് യു സാർ. എടാ, നീ എന്നെ സ്കോർ ചെയ്ത്. Okay, thank you ശരത് സർ. ഷാനിക്ക 9. താങ്ക് യു സാർ. ചേച്ചി 9. ചേച്ചി നൈസായിട്ട് ഇങ്ങനെ കേട്ടാ, നിങ്ങൾ മാർക്ക് പറയുമ്പോ ഇങ്ങനെ ഇടങ്ങണ്ണൊക്കെ ഉണ്ട്. ഓക്കെ, സോ ടോട്ടൽ 18 മാർക്സ്. അടിപൊളി. ഓക്കെ.